സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു. അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനെ കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേലിരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനുമെടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ, ശിഷ്യന്മാർ പുരുഷാരത്തിന് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കുട്ട നിറച്ചു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. ഒരു നിമിഷം തലകളാണ്. കർത്താവെ, തിരുവചനത്തിൽ നിന്നും അത്ഭുത കാര്യങ്ങളെ കാണുവാൻ അടിയങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം. ഞങ്ങളുടെ കാതുകളെ തുറക്കണം, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണം. നല്ല നിലത്തിൽ വീണ വിത്തുപോലെ 100 മേനിയായി ഫലം പുറപ്പെടുവിക്കണം. ഞങ്ങളെ പുതുക്കണം. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണം. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ കൂട്ടായ്മ ശക്തി പ്രാപിച്ച് സാക്ഷ്യമായി മാറുവാൻ ഇടയാക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയം നമുക്കില്ല എങ്കിലും ഈ 3 പ്രതിസന്ധികളെ നാം ഒന്ന് ചെറുതായിട്ട് പരിശോധിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഈ സമൂഹത്തിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ചും നമുക്ക് കുറെ കൂടെ ബോധ്യമുണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. ഈ സ്ഥലം മരുഭൂമിയാണ്. മരുഭൂമി അല്ലെങ്കിൽ ഡെസേർട്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം തേടിപ്പോയപ്പോൾ ചില അർത്ഥങ്ങളും ചില വ്യാഖ്യാനങ്ങളും വായിക്കുവാനിടയായി. A place which doesn't support life. ജീവനെയും ജീവിതത്തെയും സപ്പോർട്ട് ചെയ്യാത്ത ഒരിടത്തിന്റെ പേരാണ് മരുഭൂമി എന്ന് പറയുന്നത്. A place of scarcity. ഇല്ലായ്മയുടെ ഇടമാണ് മരുഭൂമി. അപ്പൊ അങ്ങനെയെങ്കിൽ ജനത്തിന്റെ ഒരു പ്രതിസന്ധി ഇതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, മനുഷ്യ ജീവിതത്തിൽ ഒരു സപ്പോർട്ട് നഷ്ടപ്പെടുന്നു എന്ന് മനുഷ്യർക്ക് തോന്നി തുടങ്ങി. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ല വൃദ്ധരുടെ ജില്ലയായി മാറിക്കൊണ്ടിരിക്കുന്നു. മക്കൾ വിദേശത്തേക്ക് കുടിയേറി പോവുകയാണ്. ഈ വരുന്നതിൻ്റെ അടുത്ത ഞായറാഴ്ച മലങ്കര ഓർത്തഡോക്സ് സഭാതലത്തിൽ മാക്കാകുന്ന് കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് ചാരി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി പ്രാർത്ഥനാ യോഗത്തിന്റെ നേതൃത്വത്തിൽ. പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒറ്റയ്ക്ക് ഭവനങ്ങളിൽ കഴിയുന്ന മാതാപിതാക്കളുടെ പകൽ കൂട്ടായ്മകൾ പള്ളികളിൽ സംഘടിപ്പിക്കുവാനാണ്. അവർ ഒറ്റയ്ക്കാണ് ഭവനങ്ങൾ. അവരുടെ സപ്പോർട്ട് സിസ്റ്റം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ജീവിതത്തിൽ ഒരുപക്ഷെ പണമുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ മറ്റ് തലങ്ങളിൽ അവർ അനുഭവിക്കുന്ന ചില ദാരിദ്ര്യങ്ങളുണ്ട്. ഇവിടെ ക്രിസ്തു ശിഷ്യത്വത്തിന് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇവിടെ ക്രൈസ്തവരുടെ ഉത്തരവാദിത്വം എന്താണ്? അതിനോട് ചേർന്നാണ് ഒരു വശത്ത് സമ്പന്നർ കൂടുന്നു, മറുവശത്ത്
ദരിദ്രർ വർദ്ധിക്കുന്നു. മനുഷ്യന് ജീവിക്കുവാൻ നിവൃത്തിയില്ല. പണമില്ല, ഇടമില്ല, സാഹചര്യമില്ല, ഭക്ഷണമില്ല. ഇതൊക്കെ പറയുമ്പോൾ കേരളത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. ഞാൻ ശുശ്രൂഷ നിർവഹിക്കുന്ന തുമ്പോൾ ഭദ്രാസനത്തിൻ്റെ പല മേഖലകളിലും കൃഷിക്കാരായ പാവപ്പെട്ട മക്കളുടെ കൃഷിയിടങ്ങളിൽ മുകളിലേക്ക് വളരുന്നതും ഫലം കായ്ക്കുന്നതുമെല്ലാം മലയെണ്ണാൻ കുരങ്ങും കൊണ്ടുപോകും. താഴെ നിൽക്കുന്നത് മുഴുവൻ പന്നിയും കാട്ടാനയും വന്യമൃഗങ്ങളും ചവിട്ടി നശിപ്പിക്കുകയാണ്. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ക്രിസ്തു ശിഷ്യരുടെ ഉത്തരവാദിത്തമല്ല. നാം സമ്മേളനം നടത്തി പ്രതിഷേധിച്ചതുകൊണ്ട് മാത്രം ഈ പ്രതിസന്ധി തീരുന്നു. ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മുടെ ഇടയിൽ നമ്മോട് കൂടെ ആരാധിക്കുന്നവർ ഒരേ അപ്പത്തിന്റെ അംശികൾ ദരിദ്രരേഖയ്ക്ക് താഴെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നാം കണ്ടില്ലെന്ന് നടിച്ചു നടക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദേശങ്ങളിൽ, ഗൾഫ് മേഖലകളിൽ, അമേരിക്കയിൽ തുടങ്ങിയ രാജ്യങ്ങളിൽ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ച് കുമ്പനാട് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബാങ്കുകളുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കാണും, കഴിഞ്ഞ വർഷം മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ബാങ്കുകളിൽ അനന്തരാവകാശികളില്ലാതെയും അവകാശികളില്ലാതെയും ക്ലെയിം ചെയ്യപ്പെടാതെയും 600 കോടി രൂപ കെട്ടിക്കിടക്കുകയാണ്. അന്ന് അവർ ഒരു നല്ല ഭക്ഷണം കഴിച്ചു കാണില്ല, ഒരു നല്ല വസ്ത്രം ധരിച്ചു കാണില്ല, ഒരു യാത്ര ചെയ്ത് കാണില്ല. അവരിട്ട് ബാഗിൽ കിടക്കുന്ന പണത്തിന് അന്നത്തെ അറിവില്ലായ്മ, ഒരു പിൻഗാമിയെ വെക്കാൻ പോലും കഴിയാതെ ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന് അനന്തരാവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്ന ഒരു തലമുണ്ടെങ്കിൽ എവിടെയാണ് നാം സുവിശേഷം പറയുന്നത്? എന്താണ് ഒരു ക്രിസ്തീയ ദൗത്യം? ഒരു ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിന്റെ കോസ്റ്റ് എന്താണ്? ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകാം ആ ടൈറ്റിലുള്ള ഒരു പുസ്തകം, ബോൺഹോഫർ എഴുതി കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇവിടെ നാം പറയുകയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഒരു കുടുംബയോഗത്തിന്റെ ഭാഗമാണ്. ആ കുടുംബയോഗത്തിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്ര പുസ്തകത്തിന്റെ ആദ്യ നാളുകളിൽ ഉറപ്പായും എഴുതി വച്ചിട്ടുണ്ടാകും, മാർത്തോമാ ശ്ലീഹ അന്ന് കുളത്തിലാണോ നദിയിലാണോ എന്നറിയില്ല, വെള്ളം മുകളിലോട്ട് തെറിപ്പിച്ചപ്പോൾ വലിയ വല്യപ്പ കരയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു എന്ന് അടിവരയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കുടുംബത്തിൽ അവകാശങ്ങൾ പലതുണ്ട്, പ്രിവിലേജസ് പലതുണ്ട്. പക്ഷേ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ക്രിസ്ത്യാനി എന്ന് പറയുന്ന, ക്രിസ്തു ശിഷ്യർ എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ വീണ്ടും വീണ്ടും നാം പ്രോസ്പെരിറ്റി പ്രസംഗിച്ച്, വീണ്ടും വീണ്ടും സുഭിക്ഷതയെ ആഗ്രഹിച്ച് ദൈവത്തെ എന്റെ സുഭിക്ഷതയ്ക്കുള്ള ഒരു സോഴ്സായി കണ്ട്, എന്റെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മുഖാന്തരമായി കണ്ടുമാത്രം ക്രിസ്തുവിനെ പിന്തുടരുന്നുണ്ടെങ്കിൽ ക്രിസ്തു നമ്മോട് പറയുന്നു, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. പറഞ്ഞു വിടുക എന്നുള്ളതല്ല, ഒഴിവാക്കി വിടുക എന്നുള്ളതല്ല, ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിന്റെ വേദനകളിൽ ചേർത്ത് നിൽക്കുവാനും ഇടയാവുക എന്നുള്ളതാണ്. അതാണ് ക്രിസ്തു നമ്മൾ പറയുന്നതെന്നാണ് എൻ്റെ വിചാരം. രണ്ടാമതോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നേരം വൈകി എന്നാണ്. എന്ന് പറഞ്ഞാൽ വെളിച്ചം നഷ്ടപ്പെട്ടു.
വെളിച്ചം നഷ്ടപ്പെടുന്നതിനെയും രണ്ടു തലത്തിൽ കാണുവാനായിട്ടിടയാണ്. ചിലർ ജീവിതത്തിൽ വെളിച്ചം നഷ്ടപ്പെട്ട, പ്രകാശം നഷ്ടപ്പെട്ട, അന്ധകാരത്തിന്റെ വഴിയെ പോകുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ സഭകളിലുണ്ട്. നാം പറയുന്നത് പള്ളിയിലൊക്കെ വരുന്നവനെ കൂട്ടി നിർത്തി ഇത് സംഘടിപ്പിച്ചാൽ മതി, കൊണ്ടുപോയിക്കോളാം എന്നാണ്. 100 പേർ ഒരു പള്ളിയിലെ ഇടവകയിൽ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ്, ഈ കാലത്തിലെ കണക്കനുസരിച്ച് 300 പേർ ആവറേജ് പള്ളിയിൽ വരേണ്ടത് 200-280 പേര് വന്ന് പള്ളി നിറഞ്ഞു എന്ന് നമുക്ക് തോന്നുമ്പോഴും നാം അന്വേഷിക്കില്ല വരാത്ത 50 പേരെവിടെയാണ്. പ്രാർത്ഥനായോഗം സെക്രട്ടറി വിളിക്കില്ല, എന്താണെന്ന് പള്ളിയിൽ വരാനതെന്ന് അന്വേഷിക്കില്ല. അവന്റെ ജീവിതത്തിന്റെ വെളിച്ചം കെട്ടത് അറിയുന്നില്ല സഭ. അവന്റെ ജീവിതത്തിൽ അന്ധകാരം ബാധിച്ചത് സഭയ്ക്ക് മനസ്സിലാകുന്നില്ല, കൂടെ ആരാധിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല, പ്രാർത്ഥനായോഗ ഗ്രൂപ്പുകൾക്ക് മനസ്സിലാകുന്നില്ല, സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ അടുക്കളയിൽ, അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ജീവിതത്തിന്റെ പ്രകാശം കെടുത്തുന്ന വിഷയങ്ങളെ കുറിച്ച് അറിയുന്നില്ല. നേരം വൈകി മനുഷ്യ ജീവിതത്തിൽ പ്രകാശം കെട്ടുപോയ, വെളിച്ചം നഷ്ടപ്പെട്ടു പോയ, അന്ധകാരത്തിൽ തപ്പി നടക്കുന്ന, ജനത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ എങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാനായിട്ട് സാധിക്കും? ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ഇനിയും അതിനോട് ചേർത്ത് ചില മനുഷ്യരാൽ വെളിച്ചം നഷ്ടപ്പെട്ടു പോയവർ, ചില മനുഷ്യർക്കാരാണ് ജീവിതത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, പള്ളിയിൽ, സഭയിലുണ്ട്. അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഇനി ആ പള്ളിയിൽ പോകില്ലെന്ന്. അതുകൊണ്ട് ചിലർ തീരുമാനിച്ചു ഇനി ആ സഭ എനിക്ക് വേണ്ട. ഇല്ലേ പ്രിയമുള്ളവരെ, ഞാൻ നമ്മുടെ സഭയിലെയും പള്ളിയിലെയും കാര്യം മാത്രമേ പറയുന്നു. ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ഉത്തരവാദിത്വമില്ലാതെ വരുന്നവരെ മാത്രം കൂട്ടിച്ച് ജീവിക്കുന്ന ഒരു സഭാജീവിത ശൈലിയല്ല ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെതെന്ന് കൃത്യമായി കർത്താവ് വെളിവാക്കിയതാണ്. നഷ്ടപ്പെട്ടു പോയ ഒന്നേ ഉണ്ടെങ്കിലും ആ ഒന്നിനെ തേടി പോകണമെന്നുള്ള പഠിപ്പിക്കുക. ആർക്കാണ് ഈ ഉത്തരവാദിത്വം? ആരാണിത് ശ്രദ്ധിക്കുക? ഇവിടെയും കർത്താവിന് വേണമെങ്കിൽ തന്റെ മുമ്പാകെ ഇരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ കണ്ടിട്ട് ഇന്നത്തെ കൺവെൻഷന് ഒത്തിരി ആളുണ്ടായിരുന്നെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന ഒരു സ്ഥാനത്ത് നിന്നാണ് കർത്താവ് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അവർ വഴിക്ക് വെച്ച് തളർന്നു പോകുമെന്ന്, പട്ടിണി പോയാൽ അവർ തളർന്നു പോകുമെന്ന്. ഇന്ന് നമുക്ക് നിങ്ങളുടെ സന്തോഷമുണ്ട്, പള്ളി നിറച്ചാളുണ്ട്. അവിടെ അവസാനിക്കേണ്ടതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ജീവിതങ്ങളെ കണ്ടെത്തുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നു. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ലേ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് ജനത്തിന് വിശപ്പുണ്ടെന്നാണ്. 2 തരത്തിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ സഭയിൽ, നമ്മുടെ പള്ളിയിൽ വിശപ്പുള്ളവർ. ഒന്ന് ഞാൻ പറയും, പഞ്ചേന്ദ്രിയങ്ങളുടെ പ്ലഷറിന്റെ വിശപ്പ് അനുഭവിക്കുന്ന കുറേയധികം പേര്. സഭയ്ക്ക് ദൗത്യമുണ്ടെന്നാണ് എൻ്റെ വിചാരം. കാഴ്ചയുടെ വിശപ്പ്, കേൾവിയുടെ വിശപ്പ്, സ്പർശനത്തിന്റെ വിശപ്പ്, രുചിയുടെ വിശപ്പ് എന്നും വേണ്ട. വഴിതെറ്റലിന്റെ വിശപ്പുകൾ ധാരാളമുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ക്രിസ്തു ശിഷ്യത്വം ഇതിനോട് പ്രതികരിക്കുക? നമ്മുടെ രുചിഭേദങ്ങൾ, എനിക്ക് ജേക്കബ് ജോർജാണ് രുചിയെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. പള്ളിയിൽ വരുന്നവരും പള്ളിയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരും
കൺവെൻഷനിൽ നിരന്തരം സംബന്ധിക്കുന്നവരും എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കുടിക്കുന്നു, എന്തൊക്കെ കഴിക്കുന്നു, എവിടെയൊക്കെ തൊടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കർത്താവിന് പോകുന്നവർക്ക് മാത്രമേ അറിയൂ. ഒരു വല്ലാത്ത വിശപ്പാണ്, വല്ലാത്ത വിശപ്പാണ്, പ്രായഭേദമന്യേ വിശപ്പാണ്. ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു നിർമ്മലതയുമില്ല, ഒരു വിശുദ്ധിയുമില്ല. സോഷ്യലി അക്സെപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. സോഷ്യലി അക്സെപ്റ്റഡ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കുട്ടികളോട് സംവാദിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങളതൊരു പക്ഷേ വീഡിയോ കണ്ടു കാണും, കുഞ്ഞുങ്ങളെ നിങ്ങളിൽ എത്ര പേരുടെ വിവാഹത്തിന്റെ തലേന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ കള്ളുവേട്ട എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര കുട്ടികളുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി ഒരു 6-7 പിള്ളേർ കൈവരുത്തി. എനിക്കറിയാം അതുങ്ങൾ വീട്ടിൽ ആ സമയം അവർക്കുണ്ടാകുന്ന പ്രതിസന്ധി എന്തായിരിക്കും. ഇങ്ങനെ നാം വിശപ്പും ദാഹവും കൊണ്ട് ഒരു വശത്ത് പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖത്തെ തൃപ്തിപ്പെടുത്തുവാൻ, വിശപ്പിനെ നിറയ്ക്കുവാനായിട്ട് പരക്കം പായുന്ന ജനത്തോടുള്ള, സമൂഹത്തിന്റെ പ്രതിസന്ധിയോടുള്ള നമ്മുടെ പ്രതികരണമല്ല. വേണ്ടേ നമുക്കൊരു സൊല്യൂഷൻ? വേണ്ടേ നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ്? പ്രസംഗിച്ചാൽ മതിയോ? മറുവശത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിശക്കുന്നതിന്, അടിസ്ഥാന സൗകര്യമില്ലാത്തവർ ഇല്ലേ നമ്മുടെ പള്ളികളിൽ, ഇല്ലേ നമ്മുടെ ആരാധന കൂട്ടായ്മകളിൽ? എന്താണ് നാം അവരോട് പറയുന്നത്? നമ്മുടെ ബഡ്ജറ്റിൽ 1% മാറ്റിവെക്കാനായിട്ട് മനസ്സുണ്ട്. എന്തിനൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ഉൾപ്പെടുത്തുക? എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നാം ചെലവഴിക്കുമല്ലോ. കൂടെ ആരാധിക്കുന്ന, ഈ കൂട്ടായ്മയിൽ കൂടി നടക്കുന്നവന്റെ വീട്ടിൽ തീ കത്തുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ആരും അറിയാതെയും ആരെയും അറിയിക്കാതെയും എന്തെങ്കിലും ഒന്ന് കൊടുക്കുവാനായിട്ടുള്ള ഒരു ബാധ്യത ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് ഉണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഇതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട്, കണ്ടില്ല എന്ന് നടിച്ച് ഒഴിവാക്കി വിട്ട്, ക്രിസ്തു ശിഷ്യരെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ് പ്രിവിലേജുകൾ സ്വീകരിച്ച് നടക്കുന്ന ക്രിസ്ത്യാനികളോട്, ക്രിസ്തു ശിഷ്യരോട് കർത്താവ് പറഞ്ഞു, സാധിക്കില്ല, ഇത് ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുകയാണ്. രണ്ടാമത്, ഈ ശിഷ്യരുടെ ഒരു പ്രധാന പ്രതിസന്ധി അവരുടെ പ്രാർത്ഥനാ രീതിയുടെ ഒരു പ്രതിസന്ധി. അതെന്താണ്? ജീവിതത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കർത്താവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഈ ശിഷ്യൻ, കർത്താവേ, ഇത് മരുഭൂമിയാണ്, നേരം വൈകി, വിശപ്പുണ്ട്. ആധുനിക ക്രിസ്തു ശിഷ്യത്വത്തിന്റെ മറ്റൊരു ലക്ഷണം കൂടെ അതിനോട് ചേർന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിടണം. ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ തന്നെ സൊല്യൂഷൻ ഇങ്ങനെ വേണമെന്ന് കർത്താവിനോട് പറഞ്ഞ ശിഷ്യൻ. ഇപ്പൊ അങ്ങനെയാണല്ലോ പ്രാർത്ഥന. ജീവിതത്തിന്റെ വെളിച്ചം, ജീവിതത്തിന്റെ പ്രതിസന്ധി, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിലെ ക്രിസ്തു ശിഷ്യത്വം പറയുന്നത് എന്താണ്? ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യുന്നവർ കാര്യം. അതുകൊണ്ട് അവരെ പറഞ്ഞു വിടണം. സുവിശേഷത്തിൽ വളരെ മനോഹരമായ പ്രാർത്ഥനയുടെ മറ്റൊരു ശൈലി, അത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. ലാസറിന്റെ സഹോദരിമാരുടെ പ്രാർത്ഥനയാണ്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു.
കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ആ വാചകമാണ് അവസാനിക്കുക. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട്. സഹോദരൻ ദീനമായി കിടക്കുന്നു. കർത്താവിനോട് പറഞ്ഞു. സൊല്യൂഷൻ ഒന്നുമില്ല. കർത്താവ് വരണമെന്ന് പറഞ്ഞില്ല. കർത്താവ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞില്ല. ഇങ്ങനെ ഒരു പ്രാർത്ഥനയെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം. ആധുനിക കാലഘട്ടത്തിലെ പ്രാർത്ഥനാ ശൈലിക്ക് ഈ ശൈലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. എല്ലാവരുമാണെന്നല്ല, പക്ഷേ സഭാതലത്തിലും ആത്മീയ സംഘടനാ തലത്തിലും വ്യക്തിതലത്തിലും കുടുംബതലത്തിലുമൊക്കെ പ്രശ്നം പറഞ്ഞ് കർത്താവിന് സൊല്യൂഷൻ എഴുതി കൊടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ക്രിസ്തു ശിഷ്യ, അവിടെ കർത്താവിനെ നോക്കിയിരുന്നതാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. സൊല്യൂഷൻ ഞാൻ പറയാം. ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഞാൻ പറയാം. എന്താണ് സൊല്യൂഷൻ? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. ഒരു വല്ലാത്ത ചെയ്തായിരുന്നു. കാരണം എന്താണെന്ന് അറിയാം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ വല്ലാത്ത മെനക്കേടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെനക്കേട് എന്തെന്നാണ്? പ്രിയപ്പെട്ടവരെ, എല്ലാ ബന്ധങ്ങളുടെയും പ്രധാന മെനക്കേട് എന്താണെന്നറിയാം? ഇതിന് സമയം ഒത്തിരി വേണം. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളിലും, അത് ഭാര്യ ഭർത്തൃ ബന്ധമായിക്കൊള്ളട്ടെ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധമായിക്കൊള്ളട്ടെ, ഏത് ബന്ധങ്ങളിലും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട കാര്യം ഇറ്റ് നീഡ്സ് ക്വാളിറ്റി ടൈം. എന്തോ ഒരു സമയം വേണം. അൺഫോർച്ചുനേറ്റ്ലി ഈ ആധുനിക സംസ്കാരത്തിൽ വേറൊരു നിർവചനം നമ്മൾ നിർവഹിച്ചു വെച്ചിട്ടുണ്ട്. ടൈം ഈസ് മണി. ടൈം ഈസ് മണി. അതുകൊണ്ട് എന്താണ്? മണി ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാൻ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടതിനാൽ ബന്ധങ്ങളിൽ നമുക്ക് പാലിക്കേണ്ട സമയം അതിനാർക്കും താല്പര്യമില്ല. എല്ലാവരും നമ്മളേതല്ലേ? ഭാര്യയും ഭർത്താവും പറയുന്ന കംപ്ലൈന്റ് അതല്ലേ? മാതാപിതാക്കളും മക്കളും പറയുന്ന കംപ്ലൈന്റ് അതല്ലേ? അച്ഛനും ജനങ്ങളും പറയുന്ന കംപ്ലൈന്റ് അതല്ലേ? അച്ഛൻ എന്ന് പറഞ്ഞാൽ തിരുമേനി ഉൾപ്പെടെ. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ആ ഭാഗത്തിൽ പെടുന്നതാണ്. ഓൾ റിലേഷൻഷിപ്സ്, എല്ലാ ബന്ധങ്ങളും ടൈം കൺസ്യൂമിംഗ് ആണ്. അവിടെ ശിഷ്യന്മാർ പറഞ്ഞു, ഇതൊരു വല്ലാത്ത ചെയ്തായി പോയി. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിംഗ്, ഇറ്റ് ഈസ് റിസ്കി, ഇറ്റ് ഇൻവോൾവ്സ് മണി, ഇറ്റ് ഇൻവോൾവ്സ് ടൈം. ഇതിന് സമയം വേണം, പണം വേണം, മെനക്കേടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രധാന പ്രതിസന്ധി, ജീവിതത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുവാനായിട്ടുള്ള റിസോഴ്സസ് ഒക്കെ തൊട്ടടുത്തുണ്ടായിട്ടും അതിനെ ഐഡന്റിഫൈ ചെയ്യാം. തൊട്ടടുത്തുണ്ട്, അതിന്റെ സൊല്യൂഷൻ നിർവഹിക്കുവാൻ ശക്തനായവൻ അടുത്തുണ്ട്, അതിന് മുമ്പാകേണ്ട കാര്യങ്ങളൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. പക്ഷെ കംപ്ലൈന്റ് തന്നെ കംപ്ലൈന്റ് വന്നു, ഒരു കാര്യം ചെയ്യാതെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അന്വേഷിക്കുമ്പോൾ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഇതേ സംഭവം തന്നെ വിവരിക്കുന്ന, എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ടയാള്, അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു ബാലൻ. അന്ത്രയോസാണ് റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു.
ബാർക്ലേ എന്ന് പറയുന്ന ഒരു കമന്ററി എഴുതിയിട്ടുള്ള ആളുണ്ട്. പലരും അത് വായിച്ചിട്ടുള്ളത്. ബാർക്ലേ ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ലെങ്കിലും ബാർക്ലേ പറഞ്ഞ കമന്ററിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ബാർക്ലേ പറയുന്നു, കൺവെൻഷൻ കേൾക്കാൻ വന്ന ഭൂരിഭാഗം ആളുകളുടെ കയ്യിലുമൊക്കെ അല്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അത് ശിഷ്യന്മാർ നടന്ന് ശേഖരിച്ചു വെച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കഴിച്ച് മിച്ചം വെക്കാനായിട്ടുള്ളത് ഉണ്ടായിരുന്നു എന്ന് ബാർക്ലേ പറയുമ്പോൾ ഞാനത് പൂർണ്ണമായും സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാം. അങ്ങനെ വന്നാൽ കർത്താവിൻ്റെ ശക്തിയെ നമ്മൾ കുറച്ച് പറയേണ്ടതായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ്. ഇറ്റ് ഈസ് ഇൻഡീഡ്, ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മിറക്കിൾ. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന അത്ഭുതം, ഇവിടുത്തെ വണ്ടർ, ഇവിടുത്തെ മിറക്കിൾ എന്ന് പറയുന്നത് ഈ ബാലൻ. അവൻ കൺവെൻഷന് പോയപ്പോൾ വിട്ടുകൊടുക്കാനുള്ള മനസ്സിലേക്ക് അവൻ രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. എത്ര നാളായിട്ട് കൺവെൻഷൻ, എത്ര കൺവെൻഷൻ പ്രസംഗം കിട്ടും, എത്ര ധ്യാനത്തിൽ പങ്കെടുത്തു, എത്രയോ ആത്മീയ തീർത്ഥാടനങ്ങൾ നടത്തി. ജനറലൈസ് ചെയ്തൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഓരോരുത്തരും ചോദിക്കണം, വല്ല മാറ്റം ഉണ്ടായിരുന്നു? എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടുണ്ട്? എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? അതല്ലേ പ്രിയമുള്ളവരെ കൺവെൻഷൻ യോഗത്തിന്റെ, അല്ലെങ്കിൽ ജേക്കബ് ജോർജ് സഹോദരൻ അടുത്ത പ്രാവശ്യം റിപ്പോർട്ടിൽ പറയും, 2 തിരുമേന്മാരും അനേക വൈദികരും പള്ളി നിറച്ച ആളും സംബന്ധിച്ച് സരാബ് തിരുമേനി പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രോഗ്രാം നടത്തി അവസാനിപ്പിക്കുന്നതിന് അങ്ങേപ്പുറത്തേക്ക് കർത്താവിന്റെ പാദത്തിന്റെ അരികിൽ ഇരുന്ന് വചനം കേട്ടവരുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമുണ്ടാകുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ പറയും, അവിടെ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം കൺവെൻഷൻ പ്രസംഗം കേൾക്കാൻ വന്ന, ദൈവത്തിന്റെ വചനം കേൾക്കാൻ വന്ന ആ കൊച്ചു ബാലൻ തൻ്റെ അമ്മ പൊതികെട്ടി കൊടുത്തു വിട്ട് 5 അപ്പവും 2 മീനും ഈ അന്ത്രയോസിന്റെ കയ്യിൽ കൊടുത്ത് കർത്താവിന്റെ കയ്യിൽ എത്തിച്ചു എന്നുള്ള വലിയ അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. അതല്ലേ അത്ഭുതം? അത് സംഭവിച്ചത് കൊണ്ടാണ് അടുത്ത അത്ഭുതം സംഭവിച്ചത്. ഇതുവരെ ശിഷ്യന്മാർ പറഞ്ഞിരുന്ന പ്ലേസ് ഓഫ് സ്കേഴ്സിറ്റി, ഇല്ലായ്മയുടെ സ്ഥലം പൊലിച്ച് വലുതായി മിച്ചം വെക്കുന്ന ഒരു സർപ്ലസിന്റെ സ്ഥലമായി മാറി. A place of scarcity became a place of surplus. ആയില്ലേ? അതല്ലേ പറയട്ടെ, അതല്ലേ അത്ഭുതം? ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അത്ഭുതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ലാതെ ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്, അതാണോ മിറക്കിൾ? അതാണോ മിറക്കിൾ? നമ്മെ ആരൊക്കെ പറഞ്ഞു? ഞാൻ പലപ്പോഴും കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് പഠിപ്പിച്ച പഴഞ്ചൊല്ലുകളൊന്നും എല്ലാം പോലെ കാര്യമാക്കണ്ട. നമ്മളോട് ആരോട് പറഞ്ഞിട്ടില്ല, താൻ പാതി ചുമ്മാ ചുമ്മാ ഞാൻ പാതി പോരാ, അങ്ങ് വക്കോളോ നിറയ്ക്കാനല്ലേ പറഞ്ഞു? അത് പറഞ്ഞു നിർത്താൻ മതി. കൽഭരണിയിലെ 6 കൽഭരണിയിലെ വെള്ളം പറഞ്ഞു നിറച്ചാൽ മതി. ടു ദ ബ്രിം, വക്കോളം നിറച്ചപ്പോഴല്ലേ അത്ഭുതമുണ്ടായത്? ആരാ നമ്മെ പഠിപ്പിച്ചത്? താൻ പാതി ദൈവം പാതി. പിന്നെയും പിള്ളേരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നാടോടുമ്പോൾ പഠിപ്പിക്കരുത് ദൈവത്തെ ഓർത്ത്. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പഠിപ്പിക്കരുത്, തിന്നരുതെന്ന് പറയും. നാടോടുമ്പോൾ നടുവേ ഓടണം, ആര് ഓടണം? തിരിഞ്ഞോടിക്കോണം. നാട് മുഴുവൻ കൂടെ നടുക്കടലിലേക്ക് ഓടുന്നതിന് പിള്ളേരോട് പറയും, നീയും കൂടെ ഓടിക്കോണം. ഇതാര് പഠിപ്പിച്ചു? ബാലന്റെ ജീവിതത്തിൽ
അവൻ വചനം കേട്ടപ്പോൾ അവന് മാനസാന്തരമുണ്ടായി. അതുവരെ അവൻ്റേതെന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിട്ടത്. കർത്താവ് പ്രസംഗിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയി, കാരണം അങ്ങനെ ഇപ്പോഴേക്കും നിർത്തത്തില്ലെന്ന് വിചാരിച്ചായിരിക്കും കൊടുത്തു വിട്ടത്. ചിലരങ്ങനെയാണല്ലോ പ്രസംഗിച്ചാൽ. ഞാനതുകൊണ്ട് ചോദിച്ചു, എത്ര സമയം പ്രസംഗിക്കുന്നു? 45 മിനിറ്റ്, 5 മിനിറ്റോട് എടുത്തുന്ന. ഞങ്ങളുടെ പള്ളിയിൽ ഇതുപോലെ ഒരു അച്ഛൻ വരുന്നത്. അച്ഛൻ ഞങ്ങൾ വേദിയായി. അച്ഛൻ ഇതുപോലെ പ്രസംഗിച്ചാൽ നിർത്താൻ അറിയത്തില്ല. ഞങ്ങൾ വിശുദ്ധ മർമ്മകായ ശുശ്രൂഷകൾ ചെയ്യാൻ പാടില്ലാത്തതാണ് എങ്കിലും ചെയ്യുന്ന, ഞങ്ങൾ വല്ലപ്പോഴും ചെയ്യുന്നത്. റോബർട്ട് ഫോസ്റ്റിൻ്റെ കവിതയില്ലേ, ദ ബുക്സ് ആർ ലവ്ലി കണ്ടി എന്ന് പറയുന്ന പോലെ, അതെങ്ങനെ കവി ഇങ്ങനെ പ്രകൃതിയെല്ലാം കണ്ടിങ്ങനെ നിന്നപ്പോഴാണ് ഈ കുതിര കഴുപ്പം നനക്കിയപ്പോൾ മണിയടിച്ച് അന്നേരം അതിനകത്തൊന്ന് ഓർമ്മ. എന്നിട്ടാണ് എഴുതുന്ന ബുക്സ് ആർ ലവ്ലി കണ്ടി ഐ ഹാവ് മൈൻഡ്സ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു മണിയടി പരിപാടി ആരംഭിച്ചു. അച്ഛൻ പ്രസംഗം നീട്ടി പോകുമ്പോൾ ആ കൈമണി ഈ ജനലിൻ്റെ അറ്റം വരെ കൊണ്ടിട്ടിട്ട് ആരും അറിയാത്ത പോലെ തള്ളി താഴുകയാണ്. മണിയടി കേൾക്കുമ്പോൾ അച്ഛന് മനസ്സിലാകും വീട്ടിൽ പോയത്. അങ്ങനെ നിർത്തുന്നവരുണ്ട്. തിരിച്ചു വരാം. കർത്താവിന്റെ പ്രസംഗം കേൾക്കാൻ പോയപ്പോൾ അമ്മ പതിഞ്ഞു കൊടുത്തി വിട്ട 5 അപ്പവും 2 മീനും. ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ കയ്യിലാണ് ഈ സാധനം വരുന്നതെങ്കിൽ. ശിഷ്യന്മാർ അന്വേഷിച്ചിറങ്ങിയപ്പോൾ നാം എന്ത് ചെയ്തത്? കൊടയുണ്ടെങ്കിൽ അതിനകത്ത് പൂഴ്ത്തും, ഇല്ലെങ്കിൽ ഇരിക്കുന്നതിന് അടിയിലോട്ട് വെക്കും, ഇല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് ഈ 5 അപ്പം കൂടെ വിഴുങ്ങി ശ്വാസം മുട്ടി വെള്ളം കിട്ടാതെ ബാലൻ കൊടുത്തു. അതല്ലേ കൺവെൻഷൻ, അതല്ലേ മുറുക്കി. അവൻ കൊടുത്തത് കൊണ്ടല്ലേ പൊലിച്ചത്. നമുക്കൊരല്പം ഷെയറിങ്, പങ്കിടലിന്റെ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ജനങ്ങൾ ഇങ്ങനെയല്ല പ്രിയമുള്ളവരെ ജീവിക്കുന്നത്. നമ്മുടെ സഭ ഇങ്ങനെയല്ല ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ സമൂഹം ഇങ്ങനെയല്ല ജീവിക്കാൻ പോകുന്നത്. ഇപ്പമുള്ളതിന്റെ ഞാൻ 10% പോലും ചോദിക്കുന്നില്ല. ഒരല്പമെങ്കിലും പങ്കിടാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നടക്കുന്നത് അത്ഭുതമായിരിക്കും, സഭയിൽ നടക്കുന്നത് അത്ഭുതമായിരിക്കും, പള്ളിയിൽ നടക്കുന്നത് അത്ഭുതമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ മാത്രമേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ, മരിക്കുമ്പോൾ 1 രൂപ പോലും ബാങ്കിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞു കേട്ട ഒറ്റയാളെ മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഞാൻ കേട്ടത് ഒറ്റയാളെ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ പരിശുദ്ധ കാതോലിക്കായിരുന്ന പരിശുദ്ധ പൗലോസ് വിജയൻ ബാവ ഉറക്കെ പ്രഖ്യാപിച്ച് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ബാങ്കിൽ ബാലൻസ് ആയിട്ട് 1 രൂപ പോലും കാണരുതെന്ന് പറഞ്ഞ പരിശുദ്ധ ബാവ കാലം ചെയ്യുമ്പോൾ 1 രൂപ പോലും ബാങ്കിൽ ബാലൻസ് ഇല്ലാതെ ഉണ്ടായിരുന്നത് മുഴുവൻ പങ്കിട്ട് കൊടുത്ത് ഒരു ജീവിതത്തെ പ്രചോദിപ്പിച്ചു. ഞാൻ പറയുന്നു ഉള്ളത് മുഴുവൻ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരല്പം കൂടെങ്കിലും മനസ്സിനൊരു പരിവർത്തനമുണ്ടായി, ഒരല്പമെങ്കിലും ഒന്ന് പങ്കുവെക്കുവാൻ, ഒന്ന് ഷെയർ ചെയ്യുവാൻ, ചുറ്റുവട്ടം നിൽക്കുന്നവർ, കൂടെ ആരാധിക്കുന്നവർ, അയൽവക്കക്കാർ, ദരിദ്രരായി ജീവിക്കുന്നവരുടെ നേരെ കണ്ണും കാതും തുറന്നു പിടിച്ച് കണ്ട് കേട്ട് കൈയറിയാതെ, പരസ്യമില്ലാതെ, ആരെയും അറിയിക്കാതെ അറിയാതെയും കൊടുത്തു നോക്കും. ഇവിടെ അത്ഭുതങ്ങൾ നടക്കും. അതാണ് പറയുന്നത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ഈ വേദഭാഗത്തെ നാം ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ആംഗിളിൽ നിന്ന് ഈ വേദഭാഗത്തെ നാം ധ്യാനിക്കുന്നുവെങ്കിൽ, പഠിക്കുന്നുവെങ്കിൽ, വായിക്കുന്നുവെങ്കിൽ നമുക്കിന്ന് സ്വസ്ഥതയോടെ ഇവിടുന്ന് മടങ്ങിപ്പോകാൻ കഴിയും. കർത്താവേ, ഈ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഞാൻ, ഈ അച്ഛന്മാർ, നിങ്ങളിൽ ആരും, എല്ലാവരും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മനസ്സ് ഡിസ്റ്റർബ്ഡായിട്ട് പോകണമെന്നേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെന്നെ ഇരുവായ്പരെയുള്ള വായിൽ അത്രയൊന്നും ശക്തിയായിട്ടൊന്നും എനിക്ക് പറയാനായിട്ടുള്ള ആഗ്രഹം നിർവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ കർത്താവ് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് ഇന്ന് രാത്രിയിൽ പറഞ്ഞതാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ
ഒരു ഡിസ്റ്റർബൻസ് എങ്കിലും ഉണ്ടായി മടങ്ങിപ്പോകുവാനിടയാണ്. ക്രിസ്തു ശിഷ്യത്വത്തിന്റെ കോസ്റ്റ് കുറച്ചെങ്കിലും പേ ചെയ്യുവാനായിട്ടുള്ള, അതിന്റെ വില അല്പമെങ്കിലും ഒന്ന് മുടക്കാനായിട്ടുള്ള ഒരു മനസ്സോടെ മടങ്ങിപ്പോകുവാനായിട്ടിടയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അതിന് പ്രേരിപ്പിക്കുക. ഒരിക്കൽ കൂടി ഈ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തോട് ഒരു ചുമതലക്കാരോട് എല്ലാ നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ജേക്കബ് ജോർജിനോടും ഒക്കെയുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകളെ